സീസൺ തീരുന്നതിന് മുമ്പ് ഒരു മാങ്ങാപ്പഴം സാമ്പാർ വെച്ചാലോ? അതും ഈ ഒരൊറ്റ മാങ്ങ കൊണ്ട്. വെൽക്കം ടു മൈ ചാനൽ ട്രാവൽ ആൻഡ് ടെക്സ്റ്റൈൽസ് ബൈ മൃദു. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ ഒരുക്കി വെക്കേണ്ട സാധനങ്ങൾ: ഉണക്കമുളക്, മല്ലി, തേങ്ങ, വെന്തയം, കുറച്ച് കായം. ഇതെല്ലാം ചേർത്ത് ഓർഡറിൽ വറുത്ത്, കടലപ്പരിപ്പുണ്ടേ, അതാണ് മെയിൻ. ഇനി നമുക്ക് മാങ്ങ നീളത്തിൽ കട്ട് ചെയ്ത് റെഡിയാക്കി വെക്കാം. അതിൻ്റെ സീഡും കൂടെ ചേർത്തത് കൊണ്ട് വിരോധമൊന്നുമില്ല. ഒരു കടായി എടുത്ത് അതിലേക്ക് മാങ്ങയിട്ട് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി എന്നിവയെല്ലാം ചേർത്ത് കൂടെ കുറച്ച് വെള്ളവും ആഡ് ചെയ്ത് കുറച്ച് കറിവേപ്പില ഇട്ട്, ഞാൻ കുറച്ച് ക്യാരറ്റ്സ് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇതിൽ. വെറുതെ കൂടെ കടന്നോട്ടെ എന്ന് വിചാരിച്ചു, അത്രയേ ഉള്ളൂ. ഓപ്ഷണലാണ്, അതില്ലാതെ തന്നെ നല്ല രുചിയാണ്. ക്യാരറ്റിന് പകരം ഡ്രം സ്റ്റിക്ക് ഇടാം. ഡ്രം സ്റ്റിക്കിനും വേറെ ഒരു രുചിയാണ്. എല്ലാം നല്ല ടേസ്റ്റാണ്. മാങ്ങ തനിയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, അടിപൊളിയായിരിക്കും. മൂടി വെച്ച് തിളയ്ക്കാൻ വയ്ക്കുക. തിളച്ചതിന് ശേഷം കുറച്ച് പുളി പിഴിഞ്ഞതൊഴിച്ച് അതിലേക്ക് വേവിച്ച് വെച്ച പരിപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. ശേഷം നന്നായിട്ട് ഇങ്ങനെ തിളയ്ക്കുന്നവരെ വെയിറ്റ് ചെയ്യണം. അതിനുശേഷം ഈ അരച്ച് വെച്ച അരപ്പ് ഇതിലേക്ക് ആഡ് ചെയ്യുക. ഈ അരപ്പിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? കടലപ്പരിപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. സാധാരണ സാമ്പാറിലുള്ളതിൽ നിന്നും അതാണ് വ്യത്യാസം. ഇനി നമുക്ക് താളിപ്പ് തയ്യാറാക്കാം. കടുക്, വറ്റൽമുളക്, കറിവേപ്പില എന്നിവ എല്ലാം വറുത്ത് തിളച്ച് വരുന്ന സാമ്പാറിലേക്ക് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പം തന്നെ നല്ല സ്മെല്ലാണ് കേട്ടോ. വേണമെങ്കിൽ ഉള്ളി ഒന്ന് വാട്ടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ചെറിയ ക്രഞ്ചിനെസ് എല്ലാം കിട്ടും. നല്ല ടേസ്റ്റുമാണ്. ചെറിയ ഉള്ളി ആയാലും വലിയ ഉള്ളി ആയാലും കുഴപ്പമില്ല. അതിന് ശേഷം കുറച്ച് നേരം മൂടി വെച്ചതിന് ശേഷം സെർവ് ചെയ്താൽ മതി. അടിപൊളി മാങ്ങാപ്പഴം സാമ്പാർ റെഡി. ചോറിൻ്റെ കൂടെ വേറെ ഒന്നും ആവശ്യമില്ല കേട്ടോ. വേണമെങ്കിൽ ഇങ്ങനെ കുറച്ച് അപ്പളം, അതായത് ഫ്രൈയംസ് എന്തെങ്കിലും വറുത്ത് ചോറിൻ്റെ കൂടെ കഴിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.